ധന്യ, ഈ മൈനാഗപ്പള്ളിയിലെ ശ്രീകുട്ടി, അതായത് MBBS ബിരുദധാരി, അതിക്രൂരമായി കാറ് കയറ്റി ഒരു പാവപ്പെട്ട സ്ത്രീയെ വണ്ടി ഇടിച്ചിടുന്നു. അതിനുശേഷം നാട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ക്രൂരമായി കാറ് കയറ്റി കൊല്ലുന്നു. എന്താണ്, നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്ന ആളുകൾക്ക് എന്ന് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാൾ. അതുപോലെ തന്നെ അജ്മലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. ഇവർ വല്ലാത്ത രീതിയിൽ ലഹരിക്ക് അടിമയാണ് എന്നും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഇവന് വല്ലാത്ത വീക്ക്നെസ് ആണ് എന്നും അതിന് ഇടനിലക്കാരിയായി വരെ ഈ ശ്രീകുട്ടി നിന്നിട്ടുണ്ട് എന്നും. ഒരു നല്ല ഡോക്ടറാണ്, മനസ്സിലാക്കണം. ഇവൻ്റെയൊക്കെ പുറകിൽ പോയിട്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ലഹരി ഡ്രഗ്സ് എങ്ങനെയാണ് ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്ന കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് എന്താവും? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ശ്രീകുട്ടി എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? അതായത് പാർത്ഥൻ, ഇതിപ്പോൾ ശ്രീകുട്ടി തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാം, ശ്രീകുട്ടി ശ്രമിക്കുന്നത് മാപ്പ് സാക്ഷിയാകാനാണ്. അതായത് കാർ ഓടിച്ചത് പണ്ട് വലിയ ഒരു പ്രമുഖൻ ഉൾപ്പെട്ട ഒരു കാർ അപകട കേസ്, ഒരു മാധ്യമ പ്രവർത്തകനെ വെളുപ്പിന് 3 മണിക്ക് തിരുവനന്തപുരം മ്യൂസിയത്തിനടുത്ത് വെച്ച് കാറ് കയറ്റിക്കൊന്ന ഒരു സംഭവം ഓർക്കുന്നുണ്ടോ? മാധ്യമ പ്രവർത്തകൻ ബഷീറിനെ. ആ കേസിൽ വാഹനം ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയാണെന്നും തന്റെ തലയിൽ നിന്ന് ആ കേസ് പോകാനായി ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതേ സെയിം തന്നെയാണ് ഇവിടെയും. അവിടെ IAS ഉദ്യോഗസ്ഥന്റെ കഥകളൊന്നും തിരഞ്ഞ് നാട്ടുകാർ പോയില്ല. പക്ഷേ IAS ഉദ്യോഗസ്ഥനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയുടെ കഥകൾ തിരഞ്ഞ് കണ്ടെത്തിയത്. ഇവിടെയും സ്ഥിതി വിഭിന്നമല്ല. ശ്രീകുട്ടിയെ സംബന്ധിച്ച് ശ്രീകുട്ടി അജ്മലിനെ കുടുക്കിക്കൊണ്ട് താൻ മാപ്പ് സാക്ഷിയാകാൻ, കാരണം വാഹനം ഓടിച്ചത് താനല്ല, അജ്മലാണ്. നോക്കൂ, എത്ര ക്രൂരമായാണ് ആ സ്ത്രീയെ കൊന്നത്. അത് അർബുദ രോഗിയായ ഒരു സ്ത്രീയാണ്, ജീവിക്കാൻ വലിയ മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ്. ഒരിക്കൽ വാഹനം ഇടിക്കുന്നു, എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെട്ടനെ. പക്ഷേ പിന്നീട് നാട്ടുകാരിൽ നിന്ന് ഭയന്നല്ല, ഇവരുടെ പിന്നിൽ ഇവരെ ആരോ ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാനായാണ് ഇവർ വീണ്ടും ആ കാറ് ഇടിച്ച സ്ത്രീയുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കിയത്. മാത്രമല്ല 6 മാസത്തെ പരിചയമേ ഈ അജ്മലും ശ്രീകുട്ടിയും തമ്മിലുള്ളൂ. ഈ 6 മാസം കൊണ്ട് അജ്മലിന് ശ്രീകുട്ടി നൽകിയത് 20 ലക്ഷം രൂപയാണ്. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ ഈ MBBS പോലും വ്യാജമാണോ എന്ന് പോലീസ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ലഹരി എവിടെ നിന്ന് കിട്ടുന്നത്? ലഹരി അടങ്ങിയ ഗുളികകൾ, ബ്രൗൺ ഷുഗർ, MDMA, അങ്ങനെ പിന്നെ മദ്യം, ഇതൊക്കെ ഇവർക്ക് ലാവിഷായി കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരി, മദ്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ലഹരി ഇവർക്കിത് എവിടെ നിന്ന് കിട്ടുന്നു? ആരാണ് ഇവർക്ക് സപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ഒരു ലഹരി മാഫിയയുമായി ഇവർക്കുള്ള ബന്ധം, അതാണ് ഇവിടെ പുറത്തു വരേണ്ടത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പല ഇടത്തുനിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാൻ കഴിയുന്നതാണോ എന്നറിയില്ല. ഈ അജ്മലിന് ഒരു കൊറിയോഗ്രാഫർ എന്നാണ് പറയുന്നത് സിനിമയില്. ഈ അജ്മലിന് സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്നത് വരെ ഈ ശ്രീകുട്ടി എന്നാണ് പറയുന്നത്. അജ്മലിന് സ്ത്രീകൾ ഒരു വീക്ക്നെസ് ആണ്. ഇവർ താമസിച്ച വീടുകളിൽ നിന്ന് പോലീസ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഈ MDMA പോലുള്ള അതിമാരകമായ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ താമസിച്ച ഹോട്ടലുകളിൽ നിന്ന്, ഇവർ സ്ഥിരമായി റൂം എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും പോലീസിന് തെളിവായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ശ്രീകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നത്, എൻ്റെ മകൾ മദ്യപിക്കാറില്ല, അജ്മലിൻ്റെ കൂടെ പോയതിനു ശേഷമാണ് അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നത്, അവൾ പിന്നെ കാര്യമല്ല, ആരെയും കൊല്ലാനുള്ള, അതെല്ലാ അമ്മമാരും തൻ്റെ മക്കൾ മോശമാണ് എന്നൊരിക്കലും പറയില്ല. ഇവിടെ ശ്രീകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനഃപൂർവ്വമല്ലാത്ത നരകത്തെ, ആ സ്ത്രീയെ കൊല്ലണമെന്ന്, ആ സ്ത്രീയുമായി ഇവർക്ക് മുൻവൈരാഗ്യം ഉണ്ടാകണമെന്നില്ല, ഈ കുഞ്ഞുമോളെന്ന് പറയുന്ന സ്ത്രീയെ ഇവർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് മനഃപൂർവ്വമുള്ള ഒരു നരഹത്യ ഇതിനെ കാണാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും രക്ഷപ്പെടേണ്ടതായിരുന്ന ഒരു സ്ത്രീയെ വീണ്ടും അവരുടെ ദേഹത്തുകൂടി വാഹനം കയറ്റി ഇറക്കുക എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമാണ് ഇവരുടെ മനസ്സുകൾ എന്നാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. മാത്രമല്ല പോലീസ് വിശദമായി അന്വേഷിക്കുന്നത് ഇവരുടെ ലഹരി മാഫിയ ബന്ധത്തെക്കുറിച്ചാണ്. ഈ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ് ഒരു കുതിര ട്രെയിനർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളാണ് ഈ അജ്മലിനെ പരിചയപ്പെടുത്തിയെന്ന് പറയുന്നത്. ഈ അജ്മലുമായി ബന്ധപ്പെട്ട അന്ന് മുതൽ, ഇവരുമായി സൗഹൃദമായ അന്ന് മുതൽ ഈ ശ്രീകുട്ടി ലഹരിക്ക് അടിമ എന്നാണ് പറയുന്നത്. അതിന് മുൻപ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമല്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ
ഈ കേസ് പോകുന്ന വലിയ ദുരൂഹതകളാണ് ഈ കേസിലുള്ളത്. ഇവർ ആരെ ഭയന്നാണ് ഈ വാഹനം ഇത്ര അമിത സ്പീഡിൽ ഓടിച്ചത്? ആരെയാണ് ഇവരെ ചേസ് ചെയ്തത്? ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ലഹരി മാഫിയുമായി ഇവർക്ക് എങ്ങനെയാണ് ബന്ധം? ഇവർ ഇനി കാരിയർ ആയിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. കാരണം ഇത്രയും പണം, ഈ 20 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ ശ്രീകുട്ടിക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി? ആഭരണങ്ങൾ, 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അജ്മലിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അജ്മലും ശ്രീകുട്ടിയും തമ്മിലുള്ള ബന്ധം ചെറുതല്ല. അല്ല തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, ഇവർ തമ്മിൽ എന്ത് തരം റിലേഷനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇവർ പറയുന്നുണ്ട്, അതായത് ഈ ശ്രീകുട്ടിയും അജ്മലും തമ്മിൽ ഒരു പ്രണയമാണ് എന്ന് വെക്കുക. പ്രണയമാണെങ്കിൽ പോലും അവർ ഒരിക്കലും മറ്റു പെൺകുട്ടികളെ, ഈ അജ്മലിന് കേട്ട വാർത്തകൾ ശരിയാണെങ്കിൽ ഒരു കുട്ടിക്കൊടുപ്പുകാരിയുടെ റോഡിലേക്ക് പോകുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണഗതിക്ക് അങ്ങനെ ചിന്തിക്കുന്നവരല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു MBBS ഡോക്ടർ ഒരു ഈ പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് ഉണ്ടാകുന്ന കോണ്ടാക്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് അത്ര വലിയൊരു ഒരു സമൂഹത്തിൽ അത്രയ്ക്ക് വലിയൊരു ജോലിയോ അല്ല ആ ഒരു രീതിയിലുള്ള ആളൊന്നും അല്ല. പക്ഷേ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലഹരിയാണ് എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ സ്വഭാവം നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ബ്രെയിനിനെ, തലച്ചോറിനെ എത്രമാത്രം ഫലപ്രദമായാണ് ഈ രാസലഹരികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് തരം തെറ്റ് ചെയ്യാനും നമുക്ക് അത്രമാത്രം ധൈര്യം തരികയും ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെയാകെ തകർത്തുകൊണ്ട്, അവൻ്റെ സ്വഭാവത്തെ തകർത്തുകൊണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്നത് കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല വൈകാരികതയുടെ പുറത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരാൾ ഒരു വാഹനം തട്ടി റോഡിൽ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ ഓടിച്ചെല്ലും, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്തെങ്കിലും എല്ലാത്തിനും അപ്പുറത്തേക്ക് മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്ന അല്ലെങ്കിൽ കാരുണ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വേണമെന്ന് പറയുന്ന ആളുകളാണ്. അതിനെയൊക്കെ മാറ്റിമറിക്കുകയാണ് ഈ രാസലഹരി. ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് അവരെ സെക്ഷലായി ദുരുപയോഗം ചെയ്യുന്നു. മറ്റ് പല എല്ലാം അറിയുന്ന ഡോക്ടർ, എല്ലാം അറിയുന്ന ഡോക്ടറെയാണ് ആണെങ്കിൽ, കാരണം ആ ബിരുദം വ്യാജമാണോ എന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത് വ്യാജമാണെങ്കിൽ അത് ചെയ്തത് തെറ്റാണ്. മാത്രമല്ല, ഒരു മനുഷ്യന് ജീവൻ നൽകുന്നവനാണ് ഡോക്ടർ. നമ്മൾ പ്രസവിക്കുന്ന സമയത്തും ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ അവരുടെ അസിസ്റ്റൻ്റാണ് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു സീരിയസ് ആയിട്ട് രോഗമായി നമ്മൾ പോകുമ്പോഴും നമ്മളെ മരണത്തിൻ്റെ, ജീവിക്കുന്നതിൻ്റെ 1% പോലും കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നവരാണ് ഡോക്ടർമാർ. ഇവിടെ ഒരു ജീവനെ ഇല്ലാതാക്കാൻ ഒരിക്കൽ ശ്രമിച്ചത് മാത്രമല്ല, രണ്ടാമതും അതിക്രൂരമായി ആ ജീവനിലെ അല്ലെങ്കിൽ ആ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി എന്ന് പറയുമ്പോൾ സ്വബോധമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്, അല്ലേ? ഒരു വണ്ടി ഇടിച്ചു, നമ്മൾ പരിഭ്രാന്തരാകും, ശരിയാണ്. ഒരു വണ്ടി തട്ടി, സ്വാഭാവികമായി ഞാനൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ബോധം കെട്ടി വീഴും. എനിക്കൊന്നും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പോലും ചിലപ്പം അറിയണം എന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആ വാഹനം ഇടിച്ചു, ബോധമുള്ളവനാണെങ്കിൽ അവിടെ ഇറങ്ങി ആ സ്ത്രീയെ ഇടിച്ച സ്ത്രീയെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവരെ ഏത് തരത്തിലെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. നമ്മുടെ മൈൻഡ് ഓക്കെ ആണ് എങ്കിൽ നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മദ്യപിച്ചിട്ടില്ല എങ്കിൽ, ഈ ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നതാണ്. ബാക്കി കേസും കൂട്ടമൊക്കെ പിന്നാലെ ഉള്ളതാണ്. ആദ്യം അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മളൊക്കെ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇവരുടെ 2 പേരുടെ തലയിലും അതിമാരകമായ ലഹരി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ലഹരിയുടെ പുറത്ത് വാഹനം ഓടിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ജീവനെ ഇവർ കവർന്നോളൂ എന്നുള്ളത് ഏറെ ഭാഗ്യമായ കാര്യം. ഒന്നിലധികം ജീവനായിരുന്നുവെങ്കിലോ ഇവരുടെ ലഹരി ഇവരെ അതൊക്കെ ചെയ്യിപ്പിച്ചേനെ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ശ്രീകുട്ടിയെ സംബന്ധിച്ച് ശ്രീകുട്ടി ഇപ്പോൾ എല്ലാ അജ്മലിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ശ്രീകുട്ടിയുടെ വക്കീൽ ഉപദേശിച്ചു. കാരണം വാഹനം ഓടിച്ച അജ്മലാണ്. പക്ഷേ അജ്മൽ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, അയാൾ ഈ ലഹരികളുടെ ഒരു കാരിയറായി പ്രവർത്തിക്കുന്നുണ്ടോ, മാഫിയയുമായി ബന്ധമുണ്ടോ, ലഹരി മാഫിയയും, അയാൾ എന്തായാലും ശ്രീകുട്ടിയെ രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെയാകും പുറത്തു വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെയായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതിനെപ്പറ്റി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ വലയിലാക്കുന്ന, പുരുഷന്മാരെ വലയിലാക്കുന്ന, ചെറിയ കുട്ടികളെ വലയിലാക്കുന്ന ഒരു വലിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒഴുകുകയാണ് നമ്മുടെ കേരളത്തിലും രാജ്യത്തും എന്നൊക്കെ തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കൃത്യമായി നമ്മുടെ സർക്കാരുകളൊക്കെ ഇതിൽ വലിയ ഗൗരവമെടുത്ത് ചിന്തിച്ചില്ലെങ്കിൽ വരും തലമുറ എത്രമാത്രം ഇതിൽ പെട്ടുപോകുമെന്നുള്ളതും
ഈ ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, റോഡിൽ കൂടി നടക്കുന്ന ആളുകൾ, ഇതൊന്നും അറിയാത്ത ആളുകൾ, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ജോലി ചെയ്ത് കുടുംബത്തിലേക്ക് എത്തി അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ ഒക്കെ മുമ്പിലേക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയറ്റ ശവശരീരങ്ങൾ എത്തുന്ന രീതിയിലേക്ക് ഈ ലഹരി മാഫിയയും അതുപോലെ തന്നെ അതിലെ ആളുകളുമൊക്കെ ഇത്തരം സാഹചര്യങ്ങളെ കൊണ്ട് എന്ന് എത്തിക്കുമെന്നുള്ളത് നമ്മൾ ഗുരുതരമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത് എല്ലാവരും ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ട ഒരു വിഷയം കൂടെ. തീർച്ചയായിട്ടും.